കേട്ടോ, നിങ്ങളെല്ലാ കൂട്ടുകാരും പല ടൈപ്പ് കേപ്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്നവർക്ക്. കേപ്സ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയാൻ പറ്റത്തില്ല, എൻ്റെ ഈ പുറകെ തൂങ്ങി കിടക്കുന്ന സാധനമാണ് കേപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മൈൻക്രാഫ്റ്റിൽ പൈസ കൊടുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ ടൈപ്പ് കേപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറേ അഡോണും കാര്യങ്ങളൊക്കെ കയറ്റി നമുക്ക് പല ടൈപ്പ് കേപ്സ് നമുക്ക് അഡോൺ വഴി എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കേപ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിൽ എൻ്റെ പുറകെ ഉച്ചീഹ എന്ന് പറഞ്ഞൊരു ക്ലാൻ്റെ ലോഗോ വെച്ചുള്ളൊരു കേപ്പാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു കേപ്പാണ് ഇപ്പോൾ എൻ്റെ പുറകെ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ വെച്ച് കേപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. കുറച്ച് ഇച്ചിരി ഷോർട്ട് പ്രോസസ്സാണ്, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് തന്നെ നിങ്ങൾ ZRC പറഞ്ഞ ഈ ഒരു ആപ്പും അതുപോലെ പിക്സൽ ലാബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിസാർ MB ഉള്ളൂ, 2 ഡൗൺലോഡ് ചെയ്യാൻ എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫയലൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇനി നമുക്ക് പറഞ്ഞുതരാം ഇനി എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് കേപ്പിലോട്ട് ആഡ് ചെയ്യാം. ഭയങ്കര ഫണ്ണാണ് കേസ്, നിങ്ങൾ നോക്കുക, അടിപൊളിയാണിത്. എൻ്റെ ആ ഒരു ഉടുപ്പായിട്ട് നല്ല മാച്ചായി പോകുന്നുണ്ട് ഉച്ചിഹായുടെ ആ ഒരു ക്ലാൻ്റെ ആ ഒരു ലോഗോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ZRC ഓപ്പൺ ചെയ്യുക. ZRC ഓപ്പൺ ചെയ്തിട്ട് ഡൗൺലോഡ് സെക്ഷനിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു കേപ്സ് ഒരു സിപ്പായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിളി ഇതിലൊരു ലോങ് പ്രസ് ചെയ്തിട്ട് റീനെയിം ഞെക്കുക. റീനെയിം ഞെക്കിയിട്ട് ആ ഒരു സിപ്പ് മാറ്റിയിട്ട് MC അഡോൺ എന്നാക്കുക. ഇതിനാക്കുക അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വീടും. ക്വസ്റ്റ്യൻ മാർക്ക് വീട് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ടാപ്പ് കൊടുത്തിട്ട് എക്സ്ട്രാക്ട് ഹിയർ എന്നൊരു സെക്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫയൽ ഓണക്കായി കിടക്കുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്ററിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ബ്ലാക്ക് കളറായിരിക്കും കാണുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഏത് ഫോട്ടോയാണ് വേണ്ടത് അത് ആഡ് ആക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് പിക്സൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ഡിലീറ്റ് ബട്ടൺ കാണും, അത് ഫസ്റ്റ് അങ്ങ് ക്ലിക്ക് ചെയ്ത് ഈ ടെക്സ്റ്റ് ഡിലീറ്റ് ആയി കളയുക. അതിനുശേഷം ഇവിടെ ആയിട്ട് ഈ ഒരു ബട്ടൺ കാണാമായിരിക്കും, നിങ്ങൾക്ക് അവിടെ ആ ഒരു ലെയർ ബട്ടനെ ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്പെറൻറ്റ് ആക്കുക. ട്രാൻസ്പെറൻറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫ്രം ഗാലറി എന്നൊരു സെക്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണ് വേണ്ടത് ആ ഒരു ഫോട്ടോ ഇതിലോട്ട് ആഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഈ ഒരു ഫോട്ടോ, ആ ഒരു ഫോട്ടോയാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ അത് ആഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക വരയിൽ. അതിനുശേഷം താഴോട്ട് പോയിട്ട് ഫയലിലോട്ട് പോവുക. എന്നിട്ട് ഇൻറ്റേർണൽ സ്റ്റോറേജിലോട്ട് പോയിട്ട് നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് സെക്ഷനിലോട്ട് കയറിയിട്ട് കേപ്സിലോട്ട് കയറിയിട്ട് ടെസ്റ്റർ പാക്കിലോട്ട് കയറിയിട്ട് അവിടെ വന്ന ആ ഒരു കറുത്ത ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു കറുത്ത ഫോട്ടോ ആണ്, അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ മേളിൽ കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടനെ ക്ലിക്ക് ചെയ്യുക, ഫ്രം ഗാലറിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ ആഡ് ചെയ്യാൻ വെച്ചേക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാമായിരിക്കും. ഇതാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ. നമ്മൾ ആഡ് ചെയ്തത് ഇതായിരുന്നു, അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്യാൻ വേണ്ടി ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഫോട്ടോയിൽ. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് 9:60 എന്ന് പറഞ്ഞ് കാണാം, അതാണ് നമുക്ക് വേണ്ട റേഷ്യോ. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ആ ഒരു അളവിലോട്ട് വയ്ക്കുക. ഈ ഒരു കൃത്യ അളവിൽ തന്നെ വയ്ക്കുക. ഓക്കെ, ജസ്റ്റ് ഓക്കെ. എനിവേസ് അത് നിങ്ങൾ ജസ്റ്റ് നോക്കി കൃത്യമായിട്ട് വയ്ക്കുക, 1-2 വട്ടം ട്രൈ ചെയ്യുക, എന്നിട്ട് കൃത്യമായിട്ട് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ആ ഒരു സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ആസ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് PNG കൊടുക്കുക, ഇവിടെ PNG കൊടുക്കുക. എന്നിട്ട് താഴെ നമ്മൾ അൾട്ര കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. ഓക്കെ, ആ ഒരു ആഡ് കണ്ട ശേഷം ബാക്ക് അടിക്കുക. ഇനി നമ്മുടെ പണി ഇരിക്കുന്നത് നമ്മുടെ ZRC-നകത്താണ്. ZRC-നകത്തോട്ട് പോവുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ ഡോക്യുമെൻ്റ് എന്നൊരു സെക്ഷൻ കാണാം, അവിടെ പിക്സലിലോട്ട് കയറുക. ഇത് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് അവിടെ ആ ഒരു സാധനം കാണത്തില്ല. ഓക്കെ, പിക്സലിലോട്ട് കയറുക. നിങ്ങൾക്ക് അവിടെ ഒരു ഫോട്ടോ കാണാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത ആ ഒരു ഫോട്ടോ, അതിലൊരു ലോങ് പ്രസ് ചെയ്യുക, റിനെയിം കൊടുക്കുക. ശ്രദ്ധിച്ച് കേൾക്കുക, റിനെയിം കൊടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്ന കാര്യം നിങ്ങൾ നേരെ ടൈപ്പ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, കസ്റ്റം ഡോട്ട് കേപ്പ്. ഓക്കെ, ഇത് ടൈപ്പ് ചെയ്യുക, ഇത്രയും ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇത് ലോങ് പ്രസ് ചെയ്യുക, കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ്സിനകത്തോട്ട് കയറുക. അതിനുശേഷം ഈ കേപ്സിലോട്ട് കയറുക. അതിനുശേഷം നമ്മുടെ ഈ ടെസ്റ്റർ പാക്കിലോട്ട് ഇത് ഇവിടോട്ട് ആഡ് ചെയ്യുക. അവിടെ ആഡ് ചെയ്യാനായിട്ട് അവർ ചോദിക്കുക റീപ്ലേസ് ചെയ്യണമെന്ന് ചോദിക്കുക. അപ്പോൾ റീപ്ലേസ് നിൽക്കുക. ഓക്കെ, അപ്പോൾ റീപ്ലേസ് ചെയ്ത് അവിടെ നമുക്ക് ഈ ഒരു പടമായിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ എൻ്റെ ബാക്ക് അടിക്കുക. എന്നിട്ട് ഈ ഒരു സാധനം നമ്മൾ ഡിലീറ്റായി കളയുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് കംപ്രസ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഡോട്ട്സ് ഇപ്പം ക്യാൻസൽ ചെയ്തിട്ട്
MC അഡോൺ എന്നാക്കുക. ഓക്കെ, അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വന്നിട്ടുണ്ടാക്കും. ഇനി നിങ്ങൾ ഏത് യൂസറിൽ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂവർ ക്ലിക്ക് ചെയ്തിട്ട് മൈൻക്രാഫ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ എൻ്റെ പുറത്ത് ആ ഒരു കേപ്പ് കിടക്കുന്നത്, ആ ഒരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ആ ഒരു കേപ്പ് എൻ്റെ തോളത്ത് കിടക്കുന്നത് നിങ്ങൾ കാണാൻ ആ ഒരു കൊക്കോഷിബും യുറേച്ചിലും കുറച്ചൊരു ക്ലിയർ അല്ലായ്മയുണ്ട്. അത് നിങ്ങൾ നോക്കണ്ട, ഒക്കെ പക്ക ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. മൈൻക്രാഫ്റ്റ് ഒന്നാമത് ഇത് പെറ്റി കണക്കായിരിക്കുന്നത്. അപ്പോൾ ഇതും അതുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഇത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോട്ടോ എങ്കിൽ നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ പെറ്റിൻ്റെ ഫോട്ടോ എങ്കിൽ പെറ്റിൻ്റെ ഫോട്ടോ, അതല്ല നിങ്ങളുടെ ക്ലാൻ്റെ ഫോട്ടോ എങ്കിൽ ക്ലാൻ്റെ ഫോട്ടോയൊക്കെ ആഡ് ചെയ്ത് വീഡിയോ എടുക്കുമ്പോൾ ഒരു സുഖമായിരിക്കും. ഓക്കെ, ഞാൻ ഇതൊക്കെ ഇട്ടായിരിക്കും ഇനി വീഡിയോ എടുക്കുന്നത്. അടി മോനെ പൊളി. ഓക്കെ, അപ്പോൾ കൈസർ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത് നോക്കുള്ള വീഡിയോ കാര്യങ്ങളും വേണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞ്. ഓക്കെ, അപ്പം താങ്ക് വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. പിന്നെ നമ്മുടെ ആ ഒരു സെക്കൻഡ് എപ്പിസോഡ് ഉടനെ വരുന്നതായിരിക്കും. കാരണം ഞാൻ ഇപ്പോഴാണ് അതൊന്ന് കളിക്കാൻ തുടങ്ങുന്നത്. കാരണം നാളെ ബ്രേക്ക് ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. പക്ക വലിയൊരു അപ്ഡേറ്റ് നമ്മുടെ ഡീമൺ സ്ലെയറിൽ വെള്ളി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നും പറഞ്ഞ നമസ്കാരം, ടാറ്റാ ബൈ ബൈ.